അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഔലിയാക്കളിൽ പ്രധാനികളായ ഷഖീഖുൽ ബൽഖി, ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും തമ്മിൽ നടന്ന ഒരു ചർച്ച. 6 കാര്യങ്ങൾ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. 6 വചനങ്ങൾ. അതുണ്ടായാൽ പിന്നെ നിനക്ക് മറ്റൊന്നും ആവശ്യം വരില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഏതൊരു ജീവിയും അതിന്റെ ഭക്ഷണം ഉപജീവനം അള്ളാഹു ഏറ്റതായിട്ടല്ലാതെ ഇല്ല. ഹൂദ് സൂറത്തിൽ 6-ാമത്തെ വചനം. നീ ഒരു ജീവിയായിരിക്കെ നിന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നീ ടെൻഷനാവണ്ട എന്നർത്ഥം. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നിനക്ക് എല്ലാ മനുഷ്യനിക്കും ഒരു ചങ്ങാതി ഉള്ളതുപോലെ നിനക്കും ഒരു ചങ്ങാതി വേണം. നിന്റെ ചങ്ങാതി നന്മ എന്ന കൂട്ടാളിയാവണം. അവൻ നിന്നെ നിന്റെ മരണം വരെയും മരണത്തിന് ശേഷവും നിന്നെ സഹായിക്കും. അതിനു പറ്റിയ ചങ്ങാതി, നന്മയെ നീ ചങ്ങാതിയാക്കണം. മൂന്നാമത്തത്, നിനക്കൊരു ശത്രുവുണ്ട്. ആ ശത്രു നിന്നെ നന്മകളിൽ നിന്ന് മുടക്കിക്കളയും. അങ്ങനത്തെ ശത്രുവാണെന്നുള്ള ഉത്തമമായ ബോധ്യം നിനക്കുണ്ടാകണം. പിശാചും അവന്റെ കൂട്ടാളികളുമാണ്. നാലാമത്തത്, നിന്നെ എല്ലാ ദിവസവും തേടി നടക്കുന്ന, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അയാൾ നിന്നെ സമീപിച്ചാൽ പിന്നെ നിനക്ക് ഒരു രക്ഷയും ഉണ്ടാവുകയില്ല. അത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമാണ്. ഇത് നിനക്ക് ഓർമ്മ വരണം. അഞ്ചാമത്തത്, നീ ചില ആളുകളെ ഇഷ്ടപ്പെടും. വേറെ ചിലരെ നീ അവരോട് വെറുപ്പ് കാണിക്കും. നീ ഇഷ്ടപ്പെടുന്നവർ അവർ നിനക്ക് ഒന്നും തന്നുകൊള്ളണമെന്നില്ല. നീ വെറുക്കുന്നവർ അവർ നിന്നിൽ നിന്ന് വല്ലതും പിടിച്ചതുകൊണ്ടുമല്ല. പിന്നെയോ ഹൃദയത്തിന്റെ അസൂയയിൽ നിന്നുണ്ടാകുന്നതാണിത്. ആ അസൂയ നീ ഒഴിവാക്കി തീർച്ചയായും മുഴുവൻ ജനങ്ങളെയും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും നീ പഠിക്കണം. അതാണ് നിനക്ക് അഞ്ചാമത്തതായി ഉണ്ടാകേണ്ടത്. ആറാമതായി, നിനക്ക് എല്ലാവർക്കും ഓരോ അഭയകേന്ദ്രമുണ്ട്, വീടുണ്ട്. നിനക്ക് ഒരു വീട് വേണം. ആ വീട് നിന്റെ ഖബറാണ്. ആ ഖബറാകുന്ന വീടിനെ നല്ല അമലുകളെ കൊണ്ട് ഇമാറത്ത് ചെയ്യാൻ, നല്ല അമലുകളെ കൊണ്ട് ആ ഖബർ സജീവമാക്കാൻ നീ ശ്രമിച്ചു കൊണ്ടിരിക്കണം. ഈ 6 കാര്യങ്ങളിൽ നീ ശ്രദ്ധിച്ചാൽ മറ്റൊന്നും കൂടുതൽ പിന്നെ നിനക്ക് ആവശ്യമായി വരില്ല. എത്ര സുന്ദരമായ ഉപദേശമാണ് ഇവർ നമ്മെ പഠിപ്പിക്കുന്നത്. ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.